ഒരു നാണയത്തിന്റെ വലിപ്പമുള്ള ചിലന്തി കാരണം ഷിയാങ് ഒരിക്കൽ ബോധരഹിതനായി വീണു. അതിനുശേഷം അത്തരമൊരു ചിലന്തിയെക്കുറിച്ചുള്ള ചിന്ത പോലും അവന്റെ ചർമ്മത്തെ ഇഴയാൻ പ്രേരിപ്പിച്ചു. എല്ലാ രാത്രിയിലും ഉറങ്ങുന്നതിനു മുമ്പ് അവൻ തന്റെ മുറിയുടെ മൂലകൾ, സീലിംഗ്, കട്ടിലിനടി, ഷൂസിനുള്ളിൽ എല്ലാം പരിശോധിച്ചു. പക്ഷേ ഒരു രാത്രി അവൻ വളരെ ക്ഷീണിതനായിരുന്നതിനാൽ അതൊഴിവാക്കി. പുലർച്ചെ 2:17 കഴുത്തിലെന്തോ പതുക്കെ എഴയുന്നതനുഭവപ്പെട്ട് അയാൾ ഉണർന്നു. മരവിച്ചു. വിളക്ക് ഓണാക്കിയപ്പോൾ ഒന്നും കണ്ടെത്താനായില്ല. ശാന്തനാകാൻ ശ്രമിക്കുന്നതിനിടയിൽ കിടക്കയ്ക്കടുത്തുള്ള ചുമരിനുള്ളിൽ നിന്ന് മൃദുവായ ഒരു തട്ടൽ ആരംഭിച്ചു. അവൻ ഇരിക്കുന്ന നിമിഷം തന്നെ അത് നിർത്തി. പെട്ടെന്ന് അയാളുടെ ഫോൺ പ്രകാശിച്ചു. ആപ്പിന്റെ പേരൊന്നുമില്ല, ഒരു സന്ദേശം മാത്രം: നിങ്ങൾക്കൊന്ന് നഷ്ടമായി. വീണ്ടും തട്ടൽ ആരംഭിച്ചു, ഇത്തവണ അവന്റെ തലേണയ്ക്കുള്ളിൽ നിന്ന്. അവനത് വലിച്ചെറിഞ്ഞപ്പോൾ അവന്റെ പുതപ്പിനടിയിൽ എന്തോ മാറി. നെഞ്ചിലേക്ക് ഒരു മന്ദഗതിയിലുള്ള വീർപ്പുമുട്ടൽ. അവൻ ഷീറ്റ് വലിച്ചു കീറി. അവിടെ ഒന്നുമില്ല. ചെവിക്കുള്ളിൽ ഒരു നേരിയ പോറൽ അനുഭവപ്പെടുന്നതുവരെ മുറിയിൽ നിശബ്ദത നിറഞ്ഞു. തട്ടൽ ഇനി തന്റെ ചുറ്റുപാടിലല്ല, അത് തന്റെ ഉള്ളിലാണെന്ന് അയാൾക്ക് മനസ്സിലായി. വിളക്കിന്റെ ഇരുണ്ട പ്രതിഫലനത്തിൽ അവന്റെ കണ്ണിനു പിന്നിൽ എന്തോ ചെറിയ ചലനം അയാൾ കണ്ടു.